പുതുക്കിയ ആണവ നയരേഖയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവെച്ചതിന് പിന്നാലെ ഉക്രൈൻ ലക്ഷ്യമാക്കി റഷ്യൻ ആക്രമണം ശക്തമാകുകയാണ്. ആണവായുധം പോലും ആയുധപ്പുരയിൽ സജ്ജമാണെന്ന പുടിന്റെ പ്രഖ്യാപനം യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നാകെ ഭീതിയിലാഴ്ത്തുന്നു. റഷ്യയുടെ തോളോട് ചേർന്ന് ഈ യുദ്ധത്തിൽ നിലയുറപ്പിച്ച ഉത്തര കൊറിയ യുദ്ധത്തിന് കൂടുതൽ ഭീകരതയാണ് സമ്മാനിക്കുന്നത്. ലോക പോലീസായ അമേരിക്ക ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൗഹൃദം ഇല്ലാതാകണമെന്നു തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ സൗഹൃദത്തെ അമേരിക്കയടക്കം എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും ഭയക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. അമേരിക്ക ഇന്ന് ഭയക്കുന്നത് ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം തന്നെയാണ്. ബൈഡന്റെ അവസാന ലാപ്സിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് അനുമതി നൽകി അമേരിക്ക ശിഥിലമാക്കാൻ ശ്രമിക്കുന്നത് പുടിനും കിം ജോങ് ഉന്നും തുടരുന്ന സൗഹൃദം തന്നെയാണ്. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാണെന്ന് അടിവരയിടുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആണവായുധങ്ങളുടെ കാര്യത്തിൽ ലോകത്തിലെ പ്രബല രാജ്യങ്ങളാണ് റഷ്യയും ഉത്തര കൊറിയയും. നിലവിൽ ആണവ ഭീതിയുടെ നിഴലിൽ നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഭയത്തിന്റെ പേര് റഷ്യ എന്നാണെങ്കിൽ പോലും റഷ്യയ്ക്കൊപ്പം നിലയുറപ്പിക്കുന്ന ഉത്തര കൊറിയയും ആ ഭയത്തിന് ആക്കം കൂട്ടുന്നതാണ്. ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണ കാര്യത്തിലും ഇരു രാജ്യങ്ങളും മുൻപന്തിയിലാണ് നിലയുറപ്പിച്ചത്. ഈ ആയുധബന്ധമാണ് ഇരു രാജ്യങ്ങളെയും ഭയത്തോടെ തന്നെ നോക്കാൻ മറ്റ് രാജ്യങ്ങളെ പ്രാപ്തരാക്കുന്ന ഘടകങ്ങളും. ഇപ്പോൾ ഇവർ തമ്മിലുള്ള എണ്ണ വ്യാപാരം സംബന്ധിച്ച കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വർഷം മാർച്ച് മുതൽ റഷ്യ ഉത്തര കൊറിയയ്ക്ക് 1 ദശലക്ഷത്തിലധികം ബാരൽ എണ്ണയാണ് വിതരണം ചെയ്തിരിക്കുന്നത്. ഇതിന് തെളിവായി UK ആസ്ഥാനമായുള്ള ഗവേഷണ ഗ്രൂപ്പായ ഓപ്പൺ സോഴ്സ് സെന്ററിന്റെ സാറ്റലൈറ്റ് ഇമേജും പുറത്തുവിട്ടിട്ടുണ്ട്. ഉക്രൈനിലെ യുദ്ധത്തിന് ആക്കം കൂട്ടാൻ ഉത്തര കൊറിയ റഷ്യയിലേക്ക് അയച്ച ആയുധങ്ങൾക്കും സൈനികർക്കുമുള്ള പ്രതിഫലമായിട്ടാണ് റഷ്യ ഉത്തര കൊറിയയ്ക്ക് ബാരൽ കണക്കിന് എണ്ണ കൈമാറിയത് എന്നാണ് വിലയിരുത്തലുകൾ. ഓപ്പൺ സോഴ്സ് എന്ന കമ്പനി പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ കഴിഞ്ഞ 8 മാസത്തിനിടെ മൊത്തം 43 തവണ റഷ്യയുടെ എണ്ണ ടെർമിനലിൽ 1 ഡസനിലധികം വ്യത്യസ്ത ഉത്തര കൊറിയൻ എണ്ണ ടാങ്കറുകൾ എത്തിയതായി കാണിക്കുന്നുണ്ട്. UN ഉപരോധങ്ങളെയും നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. UN ഉപരോധ പ്രകാരം ഉത്തര കൊറിയയ്ക്ക് എളുപ്പത്തിൽ എണ്ണ ലഭ്യമാകുന്നത് നിയന്ത്രണ വിധേയമാണെങ്കിൽ പോലും ഉത്തര കൊറിയയുമായി റഷ്യ തുടരുന്ന ബന്ധത്തിന് പ്രത്യുപകാരമായി എണ്ണ ഉത്തര കൊറിയയിലേക്ക് ഒഴുകുകയാണ്. ഉത്തര കൊറിയയെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തകളും അവിടുത്തെ വിചിത്ര ഭരണവുമൊക്കെ എന്നും ആഗോളതലത്തിൽ തന്നെ ദുരൂഹതയുടെ മുഖപടം കൊറിയയ്ക്ക് നൽകിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ദുരൂഹതയുള്ള രാജ്യമേതാണ്, അതുപോലെ ദുരൂഹമായി അധികാരം കൈയാളുന്ന രാഷ്ട്രതലവനോ, അത് കിം ജോങ് ഉന്ന് തന്നെയാണെന്ന് നമ്മൾ പറയേണ്ടി വരും. ആ രാജ്യം ഇരു കൈയും നീട്ടി പുടിനെ സ്വീകരിച്ച കാലം തൊട്ട് തുടങ്ങിയ ആദി ഇന്നും അമേരിക്ക അടക്കം എല്ലാ രാജ്യങ്ങളും കൊണ്ടു നടക്കുക തന്നെയാണെന്നാണ് സത്യം. പുടിന്റെ വടക്കൻ കൊറിയയിലേക്കുള്ള സന്ദർശനവും ഇരു രാഷ്ട്രങ്ങളും ഏർപ്പെട്ട കരാറുകളെക്കുറിച്ച് ലോകം ആശങ്കപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നതൊക്കെ. എന്താണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ ഹൃദയബന്ധം എന്നുകൂടി പറയാം. വലിയ സാമ്പത്തിക ഉപരോധം നേരിടുന്ന രാജ്യങ്ങളാണ് റഷ്യയും അതുപോലെ തന്നെ ഉത്തര കൊറിയയും. പ്രത്യേകിച്ചും ഉത്തര കൊറിയ. ഉക്രൈൻ അധിനിവേശത്തിന് ശേഷമാണ് റഷ്യക്കെതിരായ ഉപരോധം വിവിധ രാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും ശക്തിപ്പെടുത്തുന്നത്. പക്ഷേ ഉത്തര കൊറിയയെ സഹായിക്കുന്ന രാജ്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും അതിൽ എടുത്തു പറയേണ്ട പേര് ചൈന എന്നാണ്. വടക്കൻ കൊറിയയുടെ വ്യാപാരത്തിന്റെ 90%-ലേറെയും ചൈനയുടെ സംഭാവനയാണ്. ഒപ്പം ഈ രാജ്യത്തിന്റെ ഏറ്റവും അടുത്ത നയതന്ത്ര സഖ്യവും സഹായദാതാവുമാണ് ചൈന. UN ഉപരോധം ഒഴിവാക്കാനും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തകരുന്നത് ഒരു പരിധി വരെയെങ്കിലും തടയാനും കൊറിയയെ സഹായിച്ച രാജ്യങ്ങളിൽ ചൈനയ്ക്കൊപ്പം റഷ്യയും നിലയുറപ്പിച്ചിട്ടുണ്ട്. UN രക്ഷാ കൗൺസിലിൽ നിശ്ചയിച്ച പരിധിക്കപ്പുറമുള്ള അളവിൽ റഷ്യ കൊറിയയിലേക്ക് ശുദ്ധീകരിച്ച പെട്രോളിയം കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് അമേരിക്ക ആരോപിച്ച് രംഗത്തു വന്നുവെങ്കിലും റഷ്യയും ഉത്തര കൊറിയയും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. COVID-19 ആഗോളതലത്തിൽ വ്യാപിച്ചതിനെ തുടർന്ന് ഉത്തര കൊറിയയുടെ വ്യാപാരങ്ങൾ വൻ ഇടിവ് വരികയും രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്നും റഷ്യയും ചൈനയുമായിരുന്നു ഉത്തര കൊറിയയ്ക്ക് എല്ലാവിധ സഹായവും ചെയ്തിരുന്നത്. ഉത്തര കൊറിയയെ ഒപ്പം ചേർത്തതിൽ പുടിന് ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതാണ് ഈ അടുത്ത ദിവസങ്ങളിലായി യുദ്ധമുഖത്ത് പോലും നമ്മൾ കണ്ടത്. ആയുധങ്ങൾ കഴിഞ്ഞാൽ മാനവ വിഭവശേഷിയാണ് വടക്കൻ കൊറിയയ്ക്ക് ലാഭകരമായ ഒരു കയറ്റുമതി. ഭരണകൂടത്തിന് ആവശ്യമായ വിദേശ കറൻസി സമ്പാദിക്കാൻ തൊഴിലാളികളെ വിദേശത്തേക്ക് അയക്കുന്ന രാജ്യമാണ് ഉത്തര കൊറിയ. റഷ്യയിലേക്കും ഇത്തരത്തിൽ വൻതോതിൽ തൊഴിലാളികളെ അയക്കുന്നുണ്ട്. 2019 അവസാനത്തോടെ എല്ലാ കൊറിയൻ തൊഴിലാളികളെയും തിരിച്ചയക്കണമെന്ന് UN ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നിട്ട് പോലും അതിന് റഷ്യ തയ്യാറായിട്ടില്ല.
കൂടുതൽ ആളുകളെ എത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ് അവിടെ റഷ്യ ചെയ്തത്. ആ മനുഷ്യവിഭവശേഷി ഇന്ന് യുദ്ധത്തിൽ പോലും പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉത്തര കൊറിയൻ സൈനികർ വരെ റഷ്യൻ പട്ടാളത്തിനോടൊപ്പം അണിചേർന്നതോടെ ഉക്രൈന്റെ ആത്മവിശ്വാസത്തിന് വലിയ പ്രഹരമേറ്റിട്ടുണ്ട്. അങ്ങനെയാണ് നൽകിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ട് ഉക്രൈൻ അമേരിക്കയുടെ കാല് പിടിക്കേണ്ട ഒരു ഗതി വന്നത്. ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ ഉലയ്ക്കാനാണ് ബൈഡൻ അതിനു അനുമതി നൽകിയതെങ്കിലും ആണവായുധം പോലും എടുക്കാൻ തയ്യാറാണെന്ന് പുത്തിന്റെ മറുപടിയിൽ യൂറോപ്പ് ആകെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. റഷ്യയുടെ തണലിൽ ഉത്തര കൊറിയയുടെ ആണവായുധ വികസനം ത്വരഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നതോടെ ആശങ്ക ഏറുകയാണ്. എന്താണ് ഉത്തര കൊറിയയുടെ മേൽ UN ചാർത്തിയ ഉപരോധം എന്നുകൂടി പറയാം. ഓപ്പൺ മാർക്കറ്റിൽ എണ്ണ വാങ്ങാൻ അനുവാദമില്ലാത്ത ലോകത്തെ ഏക രാജ്യമാണ് ഉത്തര കൊറിയ. ശുദ്ധീകരിച്ച പെട്രോളിയം വാങ്ങുന്നതിന്റെ അളവ് 5 ലക്ഷം ബാരലായി ഐക്യരാഷ്ട്രസഭ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഉത്തര കൊറിയയുടെ സാമ്പത്തിക ഘടനയിൽ എണ്ണയ്ക്കുള്ള കടുത്ത നിയന്ത്രണങ്ങൾ രാജ്യത്തെ ഭൂപ്രദേശപരമായും സാമ്പത്തികപരമായും ഏറെ പിന്നിലേക്ക് നിർത്തുന്നുണ്ട്. UN നിശ്ചയിച്ച പരിധിയിലധികമാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള എണ്ണ വ്യാപാരമെങ്കിൽ ഇത് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലംഘിക്കുന്നതായി കണക്കാക്കപ്പെടുക തന്നെ ചെയ്യും. അതേസമയം ഉത്തര കൊറിയയുമായുള്ള എണ്ണ വ്യാപാരം സംബന്ധിച്ച് റഷ്യ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ട് പോലുമില്ല. റഷ്യയുടെ ഉത്തര കൊറിയയുമായുള്ള ഇപ്പോഴത്തെ സഹകരണം വലിയ സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുന്നുവെന്ന് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നുമുണ്ട്. ഉത്തര കൊറിയയുടെ സൈന്യത്തിനും യുദ്ധോപകരണ ഫാക്ടറികൾക്കും ആവശ്യമായ എണ്ണയുടെ ഉപഭോഗം 5 ലക്ഷം ബാരലിന് പുറത്താണ്. ഉത്തര കൊറിയയിലെ ജനങ്ങൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി കൽക്കരിയെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ടെങ്കിലും സൈന്യത്തിന്റെയും രാജ്യത്തെ ഉന്നതർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കും പെട്രോൾ ആവശ്യമാണെന്നിരിക്കെ അവർ റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ നിർബന്ധിതരാകുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പുരോഗമിക്കുകയാണെങ്കിൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഉത്തര കൊറിയ വലിയ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുമെന്നാണ് വിലയിരുത്തൽ. അതുതന്നെയാണ് ഇപ്പോൾ അമേരിക്കയെയും വിറപ്പിക്കുന്നത്. അതിൻ്റെ സൂചനകളും നമുക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ഒരേപോലെ യൂറോപ്പിനെയും ഏഷ്യയെയും സമ്മർദ്ദത്തിലാക്കുമെന്ന് നാറ്റോ സഖ്യരാജ്യങ്ങൾ വിലയിരുത്തുന്നുമുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ പുതിനുള്ള പിന്തുണ കിം ജോങ് ഉൻ ശക്തമാകുമ്പോൾ പകരം ഉത്തര കൊറിയ റഷ്യയോട് എന്തായിരിക്കും ആവശ്യപ്പെടുക എന്ന ആശങ്കയിലാണ് അമേരിക്ക ഉള്ളത്. ഉത്തര കൊറിയ ഇപ്പോൾ റഷ്യയിലേക്ക് പീരങ്കി ഷെല്ലുകളും റോക്കറ്റുകളും നിറച്ച 16,000-ത്തിലധികം ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ അയച്ചിട്ടുണ്ടെന്ന് അമേരിക്കയും ദക്ഷിണ കൊറിയയും ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതേസമയം പൊട്ടിത്തെറിച്ച ഉത്തര കൊറിയൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ഉക്രൈനിൽ ചിതറിക്കിടക്കുന്നുവെന്ന വിവരവും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഉക്രൈൻ അധിനിവേശത്തിന്റെ തുടക്ക കാലഘട്ടം മുതൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നുമായി ബന്ധം ശക്തിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി അടുത്തിടെ പുതിനും കിമ്മും ഒരു പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. UN സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ റഷ്യയും ഉത്തര കൊറിയയും ലംഘിക്കുകയാണെന്ന് ദക്ഷിണ കൊറിയയും അമേരിക്കയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ചാര ഉപഗ്രഹങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും മെച്ചപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യ ഉത്തര കൊറിയ റഷ്യയ്ക്ക് നൽകുമോ എന്ന ആശങ്കയും അമേരിക്കയും ദക്ഷിണ കൊറിയയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഖ്യത്തിനെതിരെ മറ്റൊരു വലിയ സഖ്യം നിർമ്മിച്ച് പൂട്ടിടാനാണ് അമേരിക്കയുടെയും അതേപോലെ ദക്ഷിണ കൊറിയയുടെയും പദ്ധതി. ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണത്തെ അപലപിച്ച അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പെറുവിലെ ലിമിയയിൽ നടന്ന ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ ബൈഡൻ അടക്കം പങ്കെടുത്താണ് ഇക്കാര്യം സ്ഥിരീകരിച്ചതും. സമാന്തരമായി റഷ്യയ്ക്കും ഉത്തര കൊറിയയ്ക്കുമെതിരെ പല നീക്കങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ഇരു രാജ്യങ്ങളെയും ബാധിച്ചിട്ടേയില്ല. ഉത്തര കൊറിയയുടെ സഹകരണം വലിയൊരു ദൃഢമായ ബന്ധത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ടെക്നോളജിയും എണ്ണയും മാത്രമല്ല, ഉത്തര കൊറിയയ്ക്ക് സമ്മാനമായി 70-ലധികം മൃഗങ്ങളെയും റഷ്യ നൽകിയിട്ടുണ്ട്. ഒരു ആഫ്രിക്കൻ സിംഹത്തെയും 2 തവിട്ട് കരടികളും ഉൾപ്പെടെ 70-ലധികം മൃഗങ്ങളെയാണ് മോസ്കോയിൽ മൃഗശാലയിൽ നിന്ന് ഉത്തര കൊറിയയിൽ തലസ്ഥാനമായ പെങ്യാങ്ങിലെ മൃഗശാലയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ മൃഗങ്ങൾ കൊറിയൻ ജനതയ്ക്ക് വ്ളാഡിമിർ പുതിൻ നൽകിയ സമ്മാനമാണെന്നാണ് സർക്കാരിന്റെ വാദം. മോസ്കോ മൃഗശാലയിൽ നിന്നുള്ള മൃഗ ഡോക്ടർമാരുടെയും റഷ്യയുടെ പ്രകൃതി വിഭവ മന്ത്രി അലക്സാണ്ടർ കോസ്ലേവിന്റെയും മേൽനോട്ടത്തിലാണ് പേങ്ങോങ് സെൻട്രൽ മൃഗശാലയിലേക്ക് മൃഗങ്ങളെ വിമാനത്തിൽ കയറ്റി അയച്ചത്. ഏപ്രിലിൽ റഷ്യ പോങ്യോങ്യാങ് സെൻട്രൽ മൃഗശാലയിലേക്ക് കഴുകൻ, തത്തകൾ എന്നിവയുൾപ്പെടെയുള്ള പക്ഷികളെ നൽകിയിട്ടുണ്ടായിരുന്നു. ജൂണിൽ പുതിൻ ഉത്തര കൊറിയ സന്ദർശിക്കുകയും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യാത്രയിൽ പുതിന് ഒരു ജോഡി പുങ്സാൻ നായ്ക്കളെയാണ് കിം സമ്മാനിച്ചത്. റഷ്യൻ നിർമ്മിത ഓറസ് ലിമോസിനിൽ ഇരുവരും സഞ്ചരിച്ചിരുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വൈറലായിരുന്നു. ലോകം മുഴുവൻ യുദ്ധഭീതി നൽകി പുതിനും കിമ്മും പരസ്പരം ആശ്ലേഷിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തായാലും വരും ദിനങ്ങൾ ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ച് നിർണായകമാണ്. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വിവരങ്ങൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പരമാവധി പേരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.